ഇതാണ് ഒരു ഐഎംജിനാക്കിയ ഗ്രൗണ്ടാണിത്. എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞ് തൃശ്ശൂർ ജനിച്ചു, ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റി. ഇവിടെ നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ാണെന്നുണ്ട് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സോഡ ഇതൊക്കെ വിറ്റ് ഇങ്ങനെ നടക്കും. 10-20 അമ്മയ്ക്ക് കൊടുക്കാം, പിന്നെ അതെല്ലാം കളിയാടും ചെയ്യാം. എനിക്ക് അർജുന അവാർഡ് കിട്ടുന്ന മുന്നേ ഞാൻ ഒരു വട്ടം ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു കേന്ദ്രത്തിൽ പിടിപാടൊക്കെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പന്ത് കളിക്കാൻ അറിയുള്ളൂ. അതിപ്പോൾ ഞാൻ പഠിച്ചു. റഫറി കിങ്ങാണ് ഗ്രൗണ്ടിൽ, തറയ്ക്കാൻ നിൽക്കരുത്. ബിഗ് മാച്ച് നടക്കാണ്, ഈസ്റ്റ് ബംഗാൾ മോഹൻബഗാൻ മാച്ച് നടക്കുമ്പോൾ ചോദിച്ചു ഇങ്ങനെ. അപ്പോൾ ആളെ ഈ നഖം ഇങ്ങനെ പഴുത്തിരിക്കുകയാണ്. ദാദാ കേൾപ്പത് വെച്ച് കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആളെന്ത് ചെയ്യുന്ന അറിയോ, സോക്സിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടുണ്ടാക്കി, പിന്നെ ആ ബൂട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടുണ്ടാക്കി. ഈ പേരിൽ പുറത്തിട്ടിട്ടാണ് ആ ടൂർണമെൻറ്റ് കളിച്ചത്, ആ മാച്ച് കളിച്ചത്. അന്നത്തെ ഇപ്പം എന്ന് വെച്ചാൽ അതായത് ഈ വിരലിൻ്റെ തുമ്പത്ത് മറ്റേ ഇത് കൊണ്ടിട്ട് എന്താ പറയുക, ബ്ലേഡ് കൊണ്ടിട്ട് പൊട്ടി കഴിഞ്ഞാൽ അപ്പോൾ കെട്ടി ഇഞ്ചുറിയാന്ന് പറയാം. നമ്മുടെയൊക്കെ ലഹരി എന്ന് പറഞ്ഞാൽ, എൻ്റെയൊക്കെ ലഹരി എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്. അത് ലൈഫ് ലോങ് നിൽക്കണതാണ്. ഇതൊക്കെ ഷോർട്ട് പീരീഡാണ്. അവരാണ് കാലാഹുര എന്നൊക്കെ കിട്ടത്. കറുത്തമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൽക്കട്ട വേറെ വൈപ്പ്. ഈ തൃശ്ശൂരിനെ കുറിച്ച് താങ്കളുടെ ഒരു ഓർമ്മ, അല്ലെങ്കിൽ തൃശ്ശൂർ വിജയൻ എന്ന ഫുട്ബോളറുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം, അതിനെക്കുറിച്ചൊന്ന് ഓർക്കാമോ? ഇല്ല, തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ ബാക്കിലായിരുന്നു എൻ്റെ വീട്. ഇതാണ് ഒരു ഐഎംജിനാക്കിയ ഗ്രൗണ്ടാണിത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞ് തൃശ്ശൂർ ജനിച്ചു, ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റി. ഇവിടെ നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 3 ഇയറിൻ്റെ ക്യാമ്പായാലും ചാത്തൂർ സാറെ ക്യാമ്പായാലും ഇവിടെ നിന്നാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. തൃശ്ശൂർകാർക്ക് പിന്നെ എപ്പോഴും സ്പോർട്സിന് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആവേശം. ആ ഒരു ഭാഗ്യം തന്നെയാണ് ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളെ കൊണ്ടു നടക്കുന്നത്. തൃശ്ശൂരിൽ ഏറ്റവും നമ്മുടെ മനസ്സിന് വിട്ടുപോകാത്ത ഓർമ്മകൾ എന്തൊക്കെയായിരിക്കും? തൃശ്ശൂർ പൂരം തന്നെ. അല്ല, വ്യക്തി ജീവിതത്തിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എന്നിട്ടിപ്പോൾ ഇവിടെ തന്നെ കളിച്ചു, ഇവിടെ തന്നെ വളർന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെ സംഭവം കുറേ ഉണ്ട്. അത് ഇങ്ങനെ അത് പറഞ്ഞു ബോറടിച്ചിട്ടുള്ള ആവർത്തിച്ച കാര്യങ്ങളാണ് പലതും. ഞാൻ റെഫർ ചെയ്തപ്പോൾ കണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഡച്ച് ഫുട്ബോളറെ കുറിച്ച്, ഒരു യുഹാൻ ക്രൈഫ് എന്ന് പറയുന്ന ഒരു ഫുട്ബോളറെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൽ ചെലുത്തിയ സ്വാധീനം പറയുന്ന കേട്ടുണ്ട്. അതിന് സമാനമാണ് പലപ്പോഴും വിജയൻ്റെ ജീവിതത്തിലും അമ്മ ചെലുത്തിയിട്ടുള്ള ഒരു സ്വാധീനം. ആ ഓർമ്മ ഇപ്പോഴും ഈ പ്രായത്തിലും സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം അമ്മ, കാരണം ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു, പിന്നെ അമ്മയാണ് നോക്കിയതൊക്കെ. അപ്പോൾ അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് ഞാൻ പഠിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് അമ്മയ്ക്കറിയാം. അപ്പോൾ ചേട്ടന് ഇത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു നീ പഠിക്കാൻ പോക്കോ, അവൻ പന്ത് കളിക്കാൻ പോക്കോട്ടെ, അവന് ഏത് ഇഷ്ടമുള്ള അവൻ അങ്ങനെ കണ്ട് വിട്ടേക്ക് എന്ന് പറഞ്ഞു. അത് വലിയൊരു ഭാഗ്യമാണ്. പിന്നെ അമ്മ തന്നെയാണ് നമ്മളെ കൊണ്ടുപോലും. അച്ഛനാണ് ക്യാമ്പിലാക്കിയത്. പിന്നെ അമ്മ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാമല്ലോ, ഇവിടെ നിങ്ങോട്ട് കയറേണ്ട കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മ അതിനെക്കുറിച്ച് പഠിക്കില്ലേ അതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യാറില്ല. കാരണം പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അത് മനസ്സിലായില്ലേ. അപ്പോൾ ഇതിലിങ്ങനെ നന്നായിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ കണ്ട് വിട്ടാൽ പിന്നെ കുറേ ബുദ്ധിമുട്ടിൻ്റെ അമ്മ എനിക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ട്, എനിക്ക് നല്ല എൻ്റെ ഫാമിലിക്കും എനിക്കും എൻ്റെ ചേട്ടനും വേണ്ടി കുറേ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതം ഏറ്റവും വലിയ സക്സസ് അമ്മ തന്നെയാണ്. അതെ, പഠിക്കാൻ മോശമായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ആ സമയത്ത് കുറച്ചെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നുള്ള ഒരു ചിന്ത വിജയനുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. സെവൻസ് കളിക്കാനൊക്കെ സെവൻസ് കളിക്കാനായാലും ആ സമയത്തൊക്കെ സെവൻസ് കളിക്കാൻ പോയ 20 രൂപ 30 രൂപ കിട്ടുക. കാരണം അന്നത്തെ കാലത്ത് 81 ആ സമയ കാലഘട്ടത്തിലൊക്കെ കുഴപ്പമൊന്നുമില്ല. 10 പൈസയും മിഠായി മേടിച്ചാൽ വരെയെന്ന് മിഠായി. നമ്മൾ കച്ചവടം കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ CMS നടന്നു വരുമ്പോൾ ക്യാമ്പ് 4 മണിക്കാണ്, 4:30 ക്യാമ്പ്. അപ്പോൾ അവിടുന്ന് CMS നടന്നൊരു അമ്മ അവിടെ നട്ടിലാണ്, അവിടെ ഇങ്ങനെ കച്ചവടം പെറുക്കിക്കുന്നത്. അപ്പോൾ 10 പൈസ മേടിച്ചിട്ട് മിഠായി തിന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിള്ളേർക്ക് ഒരു 1000 രൂപയ്ക്ക് മിഠായി മേടിച്ച് കൊടുത്താൽ ആ 10 പൈസ മിഠായിയുടെ ടേസ്റ്റ് ഇപ്പോഴും കിട്ടില്ല.
അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആ മിഠായിയൊക്കെ തിന്നിട്ടാണ് ക്യാമ്പിലേക്ക് വരുന്നത്. അപ്പോൾ അമ്മ അത് കഴിഞ്ഞിട്ട് കച്ചവടം കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ അമ്മനെ ഞങ്ങളിവിടെ വീട്ടിൽ കാത്തിരിക്കും. അപ്പോൾ അമ്മ കൊണ്ടുവരുന്ന പുട്ടും കടലയായാലും ചിലപ്പോൾ അമ്മയുടെ കടേൻ്റെ അവിടുന്ന് കച്ചവടം അങ്ങനെ 8-8:30 9 മണിയൊക്കെ ആവും കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ വാങ്ങിച്ച് കഴിക്കും. പിന്നെ ഞാനും ചേട്ടനും അങ്ങനെ കിടന്നുറങ്ങും. വിജയം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എല്ലാ സമ്പാദ്യവും സമർപ്പിച്ചാലും അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ ഒന്നും ആവില്ല എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇല്ല, സമ്പാദ്യമൊന്നുമില്ല. സമ്പാദ്യം ഒന്നും വേണ്ട. അമ്മയുടെ സ്നേഹം, അമ്മ നമ്മൾ കൊടുക്കുന്ന ആ സ്നേഹം അത് മാത്രം മതി. കാരണം ഒരു വിജയത്തിൻ്റെ ബാക്കിലൊരു ആരെ വിജയമായാലും ഒരു പെണ്ണുണ്ടാവും എന്ന് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. എൻ്റെ ബാക്കിൽ എൻ്റെ അമ്മയായിരുന്നു. അതൊരിക്കലും എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. അത് അമ്മ തന്നെയായിരുന്നു എൻ്റെ ബാക്കിൽ. അമ്മ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ അമ്മ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്. അമ്മ എനിക്ക് കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് ബൂട്ട് മേടിച്ചു തരുമോ അങ്ങനെ ജേഴ്സി മേടിച്ചു തരുമോ അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. അമ്മേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മക്ക് ഒരു കച്ചവടം കാലത്ത് 10-11 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി 9 മണിക്ക് വരുമ്പോൾ മാക്സിമം അമ്മയുടെ കയ്യിൽ കിട്ടുന്നത് ചിലപ്പോൾ 100 രൂപ കിട്ടി വലിയ ഭാഗ്യമാണ്. ആ അപ്പം അങ്ങനെ നോക്കിയിട്ടുള്ള ആളാണ് അമ്മ എന്ന് പറയുന്നത്. അച്ഛൻ മരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു. പിന്നെ അല്ല ഇതിൻ്റെ വിഷമമൊക്കെ അമ്മരയിലായിരുന്നു. പറഞ്ഞ എങ്ങനെ നോക്കണത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. രണ്ടുപേരെ നോക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്തോരം അത് കറക്റ്റായിട്ട് തന്നെ അമ്മ നോക്കിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് അച്ഛൻ വലിയ സമ്പാദ്യം ഉണ്ടായിട്ടല്ലല്ലോ. അമ്മ അച്ഛനൊക്കെ കൂലിപ്പണിക്കാരനായിരുന്നു, അമ്മ അവിടെ പണിക്കാരായിരുന്നു. അപ്പം അതും വലിയ സമ്പാദ്യം ഉണ്ടാക്കി പോയതല്ല. പക്ഷെ ഞങ്ങളുടെ മര്യാദക്ക് നോക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അമ്മയ്ക്ക്. അത് തന്നെ മതി. പൈസ 1 കോടി 10 കോടി ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ നോക്കിയ പോലെ നോക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ജനറേഷനോട് അത് പറയാനുള്ളത്. അമ്മമാർ എത്ര മക്കളെ സ്നേഹിക്കുന്നുണ്ടോ അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയാൽ വലിയൊരു ഭാഗ്യമാണ്. അമ്മമാർക്കായാലും ആർക്കായാലും, അച്ഛനായാലും അമ്മയായാലും. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം വഴി തെറ്റിപ്പോണതിലാണ്. അമ്മമാർ പറഞ്ഞു കേട്ട് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു നല്ല രീതിയിൽ പോകും. അപ്പോൾ അങ്ങനത്തെ ഇത് പറയല്ല. ഇപ്പോൾ ഈ ഡ്രഗ്സിനൊക്കെ ഭയങ്കര സ്കൂളിലായാലും കോളേജിലായാലും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെയൊക്കെ ലഹരി എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ലഹരി എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്. അത് ലൈഫ് ലോങ് നിൽക്കണതാണ്. ഇതൊക്കെ ഷോർട്ട് പീരീഡാണ്. ന്യൂ ജനറേഷനിലേക്ക് അത് പറയാനുള്ളൂ. ചിലർക്ക് പന്ത് കളിക്കാനാവും, ചിലർക്ക് അത്ലറ്റ് ഓടാനാവും, ചിലർക്ക് പടം വരയ്ക്കാനാവും, ചിലർക്ക് പാട്ട് പാടാനാവും. അതിനേക്കാളും വലിയ ലഹരി ഒന്നും ഞാൻ ലോകത്തിലൊന്നും കണ്ടിട്ടില്ല. കളിയേക്കാൾ വലിയൊരു ലഹരി ജീവിതം കളിയല്ല. അവർക്ക് ഏത് ഇഷ്ടമുള്ളത്. അപ്പോൾ കളിക്കണം എന്നൊന്നും പറയുന്നില്ല. അപ്പം എൻ്റെ മോൻ പന്ത് കളിക്കാനാവുമെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവൻ്റെ ഉള്ളിൽ വേണം. അപ്പോൾ അവന് തോന്നിയത് അവൻ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് എൻ്റെ സെറ്റ്. അതാണ്. അപ്പോൾ അതൊന്നും അവനും ചെയ്തു, എൻ്റെ മോനും ചെയ്തത്. ഇതുപോലെ പലരും പറഞ്ഞിട്ടില്ല, സന്തോഷ് ട്രോഫി നടക്കുമ്പോൾ വിജയൻ ഇവിടെ സോഡ വീട്ടിൽ നടക്കുകയായിരുന്നു. പിന്നീട് അതേ സന്തോഷ് ട്രോഫിയിലെ വിജയൻ കേരളത്തിന് അഭിമാനമായിട്ട് മാറും ചെയ്തു. അപ്പോൾ ഈ സ്റ്റേഡിയം കാണുമ്പോൾ സന്തോഷം മാത്രമല്ല, കുട്ടിക്കാലത്ത് സങ്കടം മനസ്സിൽ വരുന്നുണ്ടാവും. സങ്കടമല്ല, അതൊരു വലിയൊരു അനുഭവമല്ലേ. കാരണം എനിക്ക് കളി കാണാനുള്ള കാശ് ഉണ്ടായിരുന്നില്ല. അമ്മോട് ചോദിക്കാനും അമ്മയുടെ കാശില്ല. അപ്പോൾ ഞാനും എൻ്റെ കസിൻസ് ഉണ്ട്, എൻ്റെ പ്രായക്കാരാണ്. അപ്പോൾ ആ ഭാഗത്ത് തന്നെ സോഡയുടെ ഫാക്ടറി. അപ്പോൾ അവിടെ പകലാണല്ലോ ഇവിടെ കളി നടക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി വെച്ചാൽ അപ്പോൾ കാലത്ത് കൂടെ ടീമുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ കൂടെ ബോൾ വരുന്നിടത്ത് അടിച്ചു കൊടുത്തു. പിന്നെ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ വന്നോട്ടെ ചോദിച്ചു. അങ്ങനെ പോകണോ. അപ്പോൾ അവർക്ക് ആൾക്കാരുടെ ആവശ്യം ഉണ്ടായിരുന്നു. അതായത് നല്ല തിരക്കല്ല. അതാണ് സന്തോഷ് ട്രോഫി ഒരു 81 സന്തോഷ് ട്രോഫി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ക്യാമ്പിലും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സോഡയും സിഗരറ്റൊക്കെ വിറ്റ് അന്നൊക്കെ ഓപ്പണായിട്ട് സിഗരറ്റ് വലിക്കുക അവിടെ അന്നത്തെ കാലത്ത്. സോഡ ഇതൊക്കെ വിറ്റ് നടക്കും. അപ്പോൾ അതിനുള്ള കളിയാണ് ചെയ്യാം. വരുമാനം എന്ന് പറഞ്ഞൊരു 10 രൂപ 20 രൂപയൊക്കെ എന്തായാലും കച്ചവടം കഴിയുമ്പോൾ കിട്ടും. ഒരു സോഡയുടെ പേരിൽ 5 പൈസ 10 പൈസ ഇങ്ങനെ ലാഭം കൊടുക്കും. അത് കഴിഞ്ഞ് വരുമ്പോൾ 10-20 രൂപ അമ്മയ്ക്ക് കൊടുക്കാം. പിന്നെ അതെല്ലാം കളിയാണ് ചെയ്യാം. അതൊക്കെയാണ്. അത് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ വിജയന്റെ ഏറ്റവും മറക്കാത്ത ഓർമ്മകളായിട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് അർജുന APJ അബ്ദുൽ കലാമിൻ്റെ കയ്യിൽ നിന്ന് അർജുന പുരസ്കാരം കിട്ടിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് കോഴിക്കോട് സിസ്റ്റേഴ്സ് കപ്പ് നടക്കുമ്പോൾ അതിലെ ബൈസിക്കിൾ കിക്ക് സിസ്റ്റർ ഇത് 2 അനുഭവങ്ങളാണെന്ന് പറഞ്ഞു. ഈ കോഴിക്കോട് നടക്കുന്ന കളിയിൽ സിസ്റ്റർ കപ്പ് നടത്തുന്നതിന് ഞാനൊരു സാക്ഷി കൂടിയാണ്. അന്ന് പത്രത്തിൽ വത്സകുമാർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറുടെ ആ ഫോട്ടോ അതെ മരിച്ചു. അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ 2 നേട്ടങ്ങൾ പറയുന്നു. ഇപ്പോൾ കിട്ടിയ
പത്മശ്രീ തൃശ്ശൂരുകാർ പറയുന്നത് വൈകി കൊടുത്തതാണ്, എത്രയോ 10, 20, 25 കൊല്ലം മുമ്പ് കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. അയ്യോ, എങ്കിലും നേരത്തെ പറഞ്ഞ 2 ഓർമ്മകൾ, നല്ല ഓർമ്മകളുടെ കൂട്ടത്തിൽ ഇതും കൂടി ചേർത്ത് വയ്ക്കുമോ? ഇല്ല, ഇത് ഇന്ത്യയിലെ ഏറ്റവും എല്ലാ അവാർഡും വലിയ അവാർഡ് തന്നെ. ചെറിയ അവാർഡായാലും നമ്മളെ സംബന്ധിച്ച് വലിയ അവാർഡ് തന്നെയാണ്. ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ 7s കളിക്കുമ്പോൾ അപ്പോൾ ബെസ്റ്റ് പ്ലെയറിനെ കിട്ടും, എത്ര വന്ന ട്രോഫിയാണ് കിട്ടുക. അന്നും അവാർഡ് ബെസ്റ്റ് അവാർഡ് തന്നെയാണ്, ഇന്നും ഈ അവാർഡ് ബെസ്റ്റ് അവാർഡാണ്. അപ്പോൾ ഈ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു അവാർഡ് എന്ന് പറഞ്ഞാൽ കിട്ടാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, വലിയ വലിയ അഭിമാനം. പിന്നെ അവർ നമ്മളൊരു ആദരിക്കുന്നു പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൂവ്മെൻ്റ് ആണത്. അതൊരിക്കലും നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റില്ല. ഇഷ്ടം കൊണ്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത് ഇതൊക്കെ. കാരണം 25 അതല്ല, അതിന് ഇപ്പോൾ ഈ അർജുന അവാർഡ് കിട്ടിയപ്പോഴും ഇതന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇതിൽ മുന്നേ കിട്ടണ്ടായിരുന്നു, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കെന്താണാവോ, എൻ്റെ വലിയൊരു ഭാഗ്യം, ഗോഡ് ഈസ് ഗ്രേറ്റ്. എത്ര വൈകിയാലും കിട്ടുന്നുണ്ട്, അതന്നെ വലിയൊരു ഭാഗ്യമല്ലേ, അത് വലിയൊരു കാര്യം തന്നെയല്ലേ. വൈകിയാലും നല്ലൊരു കാര്യം കിട്ടുന്നുണ്ട്. പക്ഷേ എന്നെക്കാളും നല്ല പ്ലേയേഴ്സ്, എന്നെക്കാളും സീനിയർ പ്ലേയേഴ്സ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ സത്യേട്ടനായിക്കോട്ടെ, സത്യേട്ടനൊന്നും അർജുന അവാർഡ് കിട്ടാത്ത ഭയങ്കര, കാരണം എത്ര കൊല്ലം ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഞാൻ അസിസ്റ്റൻറ്റ് മറ്റേതായിരുന്നു, വൈസ് ക്യാപ്റ്റനായിരുന്നു. ഞാൻ തന്നെ സത്യേട്ടനോട്, സത്യേട്ടൻ ഒന്നും ഒഴിവാക്കും ക്യാപ്റ്റൻസി ചെയ്യാനാന്ന് പറഞ്ഞത്. അപ്പോൾ സത്യേട്ടനെ ഒഴിവാക്കാൻ പറ്റില്ല, അപ്പം അത്രയും വേണ്ടപ്പെട്ട പ്ലെയറായിരുന്നു. ആൾക്ക് കിട്ടിയിട്ടില്ല അർജുന അവാർഡ്. അപ്പം എനിക്ക് അർജുന അവാർഡ് കിട്ടുന്ന മുന്നേ ഞാൻ ഒരു വട്ടം ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു കേന്ദ്രത്തിൽ പിടിപാടൊക്കെ വേണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പന്ത് കളിക്കാൻ അറിയുള്ളൂ, അതുകൊണ്ട് പിന്നെ കേന്ദ്രത്തിൽ പിടിപാടോ ഇതൊന്നുമില്ല, എനിക്ക് വല്ല മിനിസ്റ്റർമാരൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പം എനിക്ക് അറിയുന്ന മിനിസ്റ്റർമാരെ അറിയില്ല കേന്ദ്രത്തിൽ, നമുക്ക് കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ പോകുന്നു. അതായത് കുറേ കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അതേപോലെ ഇത് ഞാൻ കുറേ കൊല്ലം എനിക്കൊരു ശാന്ത മേഡം ഉണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ. ശാന്ത മേഡത്തിന് കറക്റ്റായിട്ട് അറിയാം എത്ര കൊല്ലം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന്. ആ മേഡം എന്നെല്ലാം അപ്ലൈ ചെയ്ത് അയക്കുന്നതൊക്കെ. ഞാൻ മേഡത്തിന് ഒറ്റ വാക്ക് പറഞ്ഞു, മേഡം ഇത് എനിക്കൊരു 100 വയസ്സ് വരെ ജയിച്ചിരിക്കില്ല, 100 വയസ്സ് വരെ 60-80 വയസ്സ് വരെ ആയാലും ഞാൻ ട്രൈ ചെയ്യണം മേഡം. അപ്പോൾ വിജയം നമുക്ക് ട്രൈ ചെയ്യാം, വിജയം നമുക്ക് എന്ന് കിട്ടണം അന്ന് വരെ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഭാഗ്യം അപ്പോൾ ഇപ്പോൾ കിട്ടി, വലിയൊരു ഭാഗ്യം തന്നെ. തീർച്ചയായിട്ടും ആ വലിയൊരു അംഗീകാരമല്ലേ, നമ്മൾ ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല, വലിയൊരു അംഗീകാരം തന്നെയാണ്. ഈ പോലീസിലേക്ക് വരുമ്പോൾ ചിലതൊക്കെ നേരത്തെ തേടിയെത്തിണ്ടെന്നും വേണമെങ്കിൽ പറയാം. പോലീസിൽ 18 വയസ്സാണ് സെലക്ഷൻ പ്രായം, പക്ഷെ 6 മാസം മുമ്പേ തന്നെ വിജയൻ വന്നു, ക്യാമ്പിൽ തുടർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇല്ല, ഞാൻ 3 ഇയറിൻ്റെ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഒരു 2-3 കൊല്ലം 7s കളിച്ച് നടന്നപ്പോൾ അന്ന് 7s കളിക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് കാശൊക്കെ കിട്ടണം എല്ലാവരിനോടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ അപ്പോൾ പിന്നെ കേരളമല്ല PD ഉണ്ട്, രാഷ്ട്ര സാറ് അറിയായിരിക്കും. പിന്നെ രാഷ്ട്ര സാറ് അപ്പോൾ അവിടെ മറ്റേ ചാത്തൂർ സാറോട് പറഞ്ഞിട്ട് മറ്റേ ശ്രീധർ സാറായിരുന്നു അവിടെ കോച്ച് പോലീസിൻ്റെ. അപ്പോൾ അവിടേക്ക് എന്നെ ട്രെയിനിലാണ്. ഞാനന്ന് 17, ഞാൻ 8ൽ പഠിക്കുന്ന ദിവസം അങ്ങനെ വിട്ട് അവിടെ പോയി കളിച്ചു. അത്ര ഗ്രേറ്റ് പ്ലേയേഴ്സ് എല്ലാം അന്ന് അവിടെ പോലീസ് ടീമിൽ. അപ്പോൾ അവരുടെ കൂടെ കളിച്ച് അത് കഴിഞ്ഞപ്പോൾ ജോസഫ് സാറ് വന്നു. അപ്പോൾ ഫെഡ് ലൈറ്റ് ഇട്ടിട്ട് കളിച്ചു. അപ്പോൾ ആൾക്ക് ഇഷ്ടമായി. അപ്പോൾ അന്ന് മരിച്ചുപോയ ഗോപിനാഥ്, 2 പേരും മരിച്ചു. ഗോപിനാഥ് സാറുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ജോപ്പോള. അപ്പോൾ സാറ് പറഞ്ഞു ഇവനവിടെ നിർത്ത്, 6 മാസം ഏജ് 18 വയസ്സ് 6 മാസം ഉണ്ട്. അപ്പോൾ ജോസഫ് സാറ് കരുണാകരൻ സാറിനെ കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ പ്ലെയർ ഉണ്ട്, ചെറിയക്കനാണ്. കരുണാകരൻ സാർ തൃശ്ശൂർകാരനല്ലേ, അപ്പോൾ എന്തായാലും നോന്ന് പറയില്ല. അപ്പോൾ നിർത്തി. അവിടെ നിർത്തിയിട്ട് ഞാൻ 6 മാസം വരെ കൂടെ ഇങ്ങനെ കളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ നല്ല പീക്ക് ടൈമാണ് 7സിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ട് തിരിച്ചു വന്നാലോ എന്ന് വെച്ചാൽ അതൊക്കെയാണ് ടേണിംഗ് പോയിന്റ്. തിരിച്ചു വന്നാലോ. അപ്പോൾ സാറ് പറഞ്ഞു വേണ്ട, ഇവിടെ നിന്നോ, ഒന്ന് ഭക്ഷണം കഴിച്ച് ശരീരമൊക്കെ നന്നാക്ക്, പിന്നെ ഇവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാം. അതാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ തിരിച്ചു വന്നത് തന്നെ ഇഷ്ടംമാതിരി പ്ലേയേഴ്സ് വേറെ ആൾക്ക് വല്ല ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വിളിക്കണമെന്നും നിർബന്ധമില്ലല്ലോ. പക്ഷെ ഞാൻ 6 മാസം വീട്ടിൽ വരാണ്ട്, ആ പ്രായത്ത് വീട്ടിൽ വരാണ്ട് അവിടെ നിന്ന് അവരുടെ പ്രാക്ടീസ്, അവർ കളിക്കാൻ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകും. അത് വലിയൊരു അനുഭവം തന്നെയാണ്. അതാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. ഒരു IM വിജയനാവളെ അന്നൊന്നും IM വിജയനല്ലേ, വെറും വിജയനായിരുന്നു. അപ്പോൾ ഒന്നും അങ്ങനെ ആരും അറിയില്ല.
അപ്പോൾ അങ്ങനെ അതാണ് ഏറ്റവും വലിയ ട്രെയിനിങ്. പോലീസിൽ വന്നു തന്നെയാണ് ഏറ്റവും വലിയ ട്രെയിനിങ്. പിന്നെ തീർച്ചയായിട്ടും കാരണം ഒരു IM വിജയനാവാനും പത്മശ്രീ ആയാലും അർജുന അവാർഡ് ആയാലും ഇന്ത്യയിലെ 3 കൊല്ലം ബെസ്റ്റ് പ്ലെയർ ആവാനും കാരണം ഒക്കെ കേരള പോലീസ് തന്നെയാണ്. എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു സെലക്ഷൻ വരെ കേരള പോലീസാണ്. തിരിച്ചു വന്ന് കയറിയതും കേരള പോലീസ്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. വന്ന് കയറി എന്ന് പറഞ്ഞു. അന്ന് ഈ സെവൻസിൽ കിട്ടിയ പൈസ കൊണ്ടാണ് സ്വന്തമായിട്ടൊരു പന്ത് പോലും അത്രയും പ്രധാനമായിരുന്നു. എനിക്കിടയ്ക്കും ക്യാമ്പിന് പോകാനോ അതിനും ബൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ സ്പോർട്സ് സയൻസ് സെക്രട്ടറി ഞാൻ ഞങ്ങളുടെ 3 മാനേജരൊക്കെ ആയിരുന്നു. അപ്പോൾ UP ജോണി സാറെന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്, മറ്റേ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. ആദ്യമായിട്ട് ബൂട്ട് മേടിച്ച് വന്ന ആളാണ്. കാരണം ആൾ ബൂട്ട് ഇട്ടിട്ട് ഞാൻ ആദ്യം ബൂട്ടിലാണ്ട് സെലക്ഷനൊക്കെ ഇറങ്ങിയത്. അപ്പോൾ 3 ഇയറിൻ്റെ ക്യാമ്പിന് 300 കുട്ടികളുണ്ട്. അപ്പോൾ 3 ഇയറിൻ്റെ ബൂട്ടിലാണ്ടാണ്, നമുക്ക് ബൂട്ട് മേടികളെ പോസിറ്റീവ് ഒന്നുമില്ല ഇറങ്ങി. അപ്പോൾ ജോസ് പറമ്പെന്ന് പറഞ്ഞ ആളാണ് ഈ ക്യാമ്പിൽ കൊണ്ടാക്കിയത്. കാരണം ഞാൻ അവിടെ പിള്ളേരെ കൂടെ ഒക്കെ തുണിപ്പന്ത് കളിക്കാൻ കണ്ടിട്ട് ജോസ് പറമ്പിന് ഇഷ്ടമായിട്ട് ക്യാമ്പിലേക്ക് വിട്ടാൽ അന്ന് പേപ്പറൊന്നും വായിക്കുക. ക്യാമ്പിൽ ഇങ്ങനെ 3 ഇയറിൻ്റെ ക്യാമ്പ് തുടങ്ങുന്നത് പറഞ്ഞിട്ട് സ്പോർട്സ് സയൻസ്, ഞാൻ സ്പോർട്സ് സയൻസ് പ്രോഡക്റ്റാണ്. എന്നിട്ട് അങ്ങനെ ക്യാമ്പിൽ വന്നപ്പോൾ UP ജോണി സാറ് കണ്ടപ്പോൾ ഞാൻ ബൂട്ടിലാണ്ട് കളിക്കുന്ന എനിക്ക് ബൂട്ടൊക്കെ മേടിച്ചു തന്നത് ആളാണ്. അങ്ങനെയാണ് തുടക്കം. അതെ, ഈ പോലീസിലെത്തിയതിന് ശേഷം ഒരിക്കൽ ഒരു റഫറി ആയിട്ട് തർക്കിക്കുകയും അങ്ങനെ ഞാൻ ഇപ്പോൾ അടുത്ത് കോഴിക്കോട് പറഞ്ഞോളൂ. ഞാനും കമൽ വരദൂർ ഇരിക്കുന്ന ഇതിപ്പോൾ അവിടെ ബുക്ക് സ്റ്റാളിൻ്റെ പരിപാടി DC ബുക്കിൻ്റെ ആ ബീച്ചിലെ. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ. കാരണം ഞാനന്ന് ചെറിയ കേൾക്കണം. ഫസ്റ്റ് ജോയിൻ ചെയ്ത് 18 വയസ്സായിട്ടുള്ളൂ. 18 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സായി. അപ്പോൾ 18 വയസ്സ് സന്തോഷം കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലാണ് അവന് KSRTC ആയിട്ടെന്ന് തോന്നുന്നു. അവിടെ ഭയങ്കര ടഫ് മാച്ചാണല്ലോ, ലീഗ് അടക്കാം. അപ്പോൾ സത്യാട്ടുണ്ട്, ഷർഫക്ക് ഉണ്ട്, പിന്നെ കുര്യേഷ് മാത്യു, അങ്ങനെ കുറേ പേര് നല്ല നല്ല പുലികളുണ്ടൊക്കെ നമ്മുടെ ടീം. അപ്പോൾ റഫറായിട്ട് എന്തോ വാക്ക് തർക്കായി. അപ്പോൾ ഞാൻ ആ ഗമയിൽ ആ ബ്ലഡിൻ്റെ ആ ഒരു ഇതിൽ ചെറിയ കേൾക്കണല്ല ഞാനും ചെന്ന് നിന്നു. അപ്പോൾ ഇവരാരൊക്കെ പള്ളേന്ന് കൂത്താൻ തുടങ്ങി എന്തായിരുന്നു. അപ്പോൾ ഞാൻ നിന്നപ്പോൾ പിന്നെ ഒന്ന് വിജയന് സക്കീർ എന്ന് പറഞ്ഞിട്ട് സക്കീർ സാറിൻ്റെ ആൾക്ക് 2 പേർക്ക് സസ്പെൻഷൻ തന്നു. എൻ്റെ ഏറ്റവും വലിയ കഷ്ടകാലം തന്നെ ആ സമയത്ത് ആ സസ്പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ റെഡിക്ക് ആ കൊല്ലം ഇന്ത്യൻ ടീമിൽ കയറേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കഷ്ടകാലം. പക്ഷെ അവർക്ക് സസ്പെൻഷൻ കൊടുക്കാൻ പറ്റി എനിക്ക് മാത്രമല്ല. ഞാൻ ചെറിയ ഏക്കനും അങ്ങനെ ആകുല സന്തോഷ് ട്രോഫി കളിച്ചിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ ഇന്ത്യൻ ടീമിൽ കണ്ടിന്യൂസ് കളിക്കുന്ന ആൾക്കാർ സത്യാട്ടനായാലും എൻ്റെ ഷഫ് സാറേ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ സസ്പെൻഷൻ തരാൻ വേണ്ടിയിട്ട് അവർ 6 മാസം ചിന്തിച്ചു. സസ്പെൻഷൻ തന്നത് 6 മാസം. അപ്പോൾ ഒരു വർഷം പോയി. അതിപ്പോൾ ഞാൻ പഠിച്ചു. റഫറി കിങ്ങാണ് ഗ്രൗണ്ടിൽ, തർക്കിയാൻ നിൽക്കരുത്. കാരണം ഇപ്പോൾ ഒരു യെല്ലോ കാർഡ് നമുക്ക് കാണിച്ചെന്ന് വെച്ചിട്ട് നമ്മളൊന്ന് വർത്താനം പറഞ്ഞാൽ യെല്ലോ കാർഡ് അത് തിരിച്ചെടുക്കുന്നില്ല. റെഡ് കാർഡ് അതുള്ള അധികം വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനായാലും നിൽക്കണം. ആദ്യം പിന്നെ റഫറി ആയിട്ട് ഒരു പ്രശ്നത്തിനുണ്ടായില്ല. പക്ഷെ അത് വലിയൊരു അനുഭവമാണ്. അങ്ങനെയൊക്കെ പഠിക്കണം. കാരണം പിന്നെ നമ്മൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ സസ്പെൻഷൻ കിട്ടില്ല, പിന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് വന്നുകൊണ്ടിരിക്കും. പക്ഷെ നല്ല അങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ മൂവ്മെന്റാണ് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ജീവിതത്തെ തന്നെ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും തീരുമാനങ്ങളാണ്. ഈ കളിച്ചുകൊണ്ടിരിക്കെ നമുക്ക് കുറേ നേട്ടങ്ങൾ നമ്മുടെ ഉണ്ടായി. വിജയൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ വളരെ അറിയപ്പെടുന്ന ഒരാളായി മാറി. ഞാൻ വളരെ വ്യക്തിപരമായിട്ടൊരു ചോദ്യം ചോദിക്കാം. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതിനെ ചൊല്ലി നമുക്ക് വലിയ ഒരു അഭിമാനം കടന്ന ഒരു അഹങ്കാരത്തിലേക്ക് പോയിരുന്നോ? അഹങ്കാരം അങ്ങനെ ഇതൊരു പറഞ്ഞു കേട്ടിട്ടില്ല. അഹങ്കാരം എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞ കിടക്കാം, ഞാൻ ഭയങ്കര കളിക്കാരനാണ്, ഞാൻ തന്നെ ഉള്ളൂ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, 3 കൊല്ലം കിട്ടി, എന്നെ കവച്ച് വയ്ക്കാൻ ആരുമില്ല. അപ്പോഴാണ് അഹങ്കാരം വരാം അല്ലേ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാ. അഹങ്കാരം ഞാൻ നല്ല പ്ലെയറാണെന്ന് ഞാനല്ല പറയുന്നത്, നാട്ടുകാരെ പറയുന്നത്. കളി കാണുന്ന അവരാണ്, ഞാൻ കളിക്കണുള്ളൂ. കൊള്ളാട്ടോ, നല്ല പ്ലെയറാണ് കേട്ടോ എന്ന് പറയുന്നത് നാട്ടുകാരാണ്, ഫുട്ബോൾ പ്രേമികളാണ്. അല്ലാണ്ട് ഇപ്പോൾ അഹങ്കാരം പറയുന്നത് ഇങ്ങനെയാണ്. അതെ, തൃശ്ശൂർക്കാർക്കാണെങ്കിൽ വിജയൻ എന്ന് പറയുന്ന ആൾ ഏത് ആൾക്കൂട്ടത്തിൽ വരുമ്പോഴും തങ്ങളിൽ ഒരാളാണെന്ന് തോന്നുകയാണ് തൃശ്ശൂർക്കാർ. അത് വേറെ ഒന്നുമല്ല. ഞാനല്ല ഇപ്പോൾ പൂരായാലും ഇപ്പോൾ പെരുന്നാളായാലും എന്ത് പരിപാടി ആയാലും ഞാൻ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ തുള്ളി ചാടാനായാലും ഇപ്പോൾ പൂരത്തിൻ്റെ ഇടയിൽ പോകാനായാലും. ഇപ്പോൾ നമ്മുടെ അവിടെ ഇവിടെ പള്ളി പെരുന്നാളുണ്ടെങ്കിലും അവിടെ ചെറിയ ചെറിയ പൂരം ഇപ്പോൾ സീസണാണല്ലോ.
ഞാൻ പോവും. നമുക്ക് അതിനോട് രക്തത്തില് അലിഞ്ഞു കിടക്കാന്ന് പറയണത് ആലങ്കാരികമല്ല, അത് നമ്മുടെ ബ്ലഡിലുള്ളതല്ലേ. കാരണം ഒരു തൃശ്ശൂർക്കാരെന്ന് പറയാ, തൃശ്ശൂർ പൂരം വേൾഡ് ഫേമസ് ആണ്, ലോകത്തിൽ എവിടെ ഇല്ലേ. അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാം. നമ്മളവിടെ മാത്രമേ ഉള്ളൂ. നമുക്ക് ക്ഷണിക്കാരനെ വേണമെങ്കിൽ, മനസ്സിലായില്ലേ. അപ്പോൾ വന്ന് അവർ കാണുമ്പോൾ അയ്യോ ഇത്ര ഭയങ്കര, നമ്മുടെ ടൗണിൽ നിന്നൊക്കെ ഒരു റൗണ്ടല്ലേ, ലോകത്തിൽ എവിടെ പോയാലും ഇങ്ങനത്തെ ഒരു സിറ്റി കിട്ടില്ല. ഇല്ല ഇല്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് തൃശ്ശൂർ. ജീവിതത്തിൽ എങ്ങനെയാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടാതെ പോയെന്നോ അല്ലെങ്കിൽ കയ്യെത്തും അകലത്തിൽ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അങ്ങനെ അങ്ങനെ കുറേ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പന്ത് കളിക്കണം, അത് തന്നെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ. അതിൻ്റെ നല്ലൊരു മാക്സിമം കളിക്കാൻ പറ്റിയത്ര കളിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റണത് കേട്ടാ. ഇത്ര ഒന്നും ആയിട്ടൊന്നുമില്ല. ഫുട്ബോളൊക്കെ ഭയങ്കര കുറേ ഉണ്ട് ഇനിയും പഠിക്കാൻ. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നത് അത്രയും ഞാൻ കളിച്ചിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യം. പിന്നെ എൻ്റെ ഈ സക്സസ്സിന് പിന്നിൽ എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട്, ഒരാളൊന്നുമല്ല. ഇപ്പോൾ രാഷ്ട്ര സാറാവട്ടെ, ചാത്തൂർ സാറാവട്ടെ, ശ്രീധർ സാറാവട്ടെ, പിന്നെ എൻ്റെ ടീച്ചർ പ്രഭാതി ടീച്ചർ. അതൊക്കെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് ഉച്ചയ്ക്ക് വിട്ടിട്ട് വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ലേറ്റായിട്ട് പോവാം. അപ്പോൾ ചോദിച്ചു എന്താ എൻ്റെ അത് ഈ നേരം വൈകണേ, നീ അവിടെ കളിച്ചിരിക്കാതെ അവിടെ അല്ലേ ഭക്ഷണം കഴിക്കാൻ നേരം, ഇന്നലെ അമ്മയ്ക്ക് എന്താ പണി എന്നൊക്കെ ചോദിച്ചു. ഒന്നും അരിയൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ വെച്ചില്ല. അപ്പോൾ അതൊന്നും വരാൻ നേരം വൈകിട്ടിരിക്കണം. പക്ഷെ അന്നോട്ട് ഞാൻ അവിടെ അന്ന് ടീച്ചർ ക്ലാസ് 5 കൊല്ലം 5 പഠിച്ചാട്ടോ. എൻ്റെ ഒരു മോനെ പോലെ കാണുന്നതല്ല കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ടീച്ചർ എന്ന് ഓരോ ചോറും പൊതി കൊണ്ടുവരും ഉച്ചയ്ക്ക് കഴിക്കാൻ. അതൊക്കെയാണ് പറഞ്ഞാൽ എന്നെ കുറേ പേര് സഹായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരാളായിട്ട് എന്നെ സഹായിച്ച് ഇങ്ങനെ വന്നതല്ല, എൻ്റെ ബാക്കിൽ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരിക്കലും ഒരു ഫുട്ബോളർ എന്ന നിലയ്ക്ക് എവിടെ നിന്നും കെട്ടിയിറക്കിയതല്ല. ഇവിടുത്തെ മണ്ണിൽ കളിച്ച് ഇവിടുത്തെ വെയിൽ കൊണ്ട് പട്ടിണിയോട് പടവെട്ടി, അതാണ് വിജയൻ എന്ന ഒരു ഫുട്ബോളറുടെ വ്യക്തിത്വം എന്നാണ് നിരൂപകരൊക്കെ വിലയിരുത്തിയിട്ടുള്ളത്. അതെ, കാരണം കുറേ ആദ്യം ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. അതെ അതെ. ആദ്യം ഞങ്ങളവിടെ ഇത് പുല്ല് ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഞങ്ങളുടെ കസിൻ തന്നെ മാണിക്കനും കുട്ടനും പറഞ്ഞിട്ട് ആളുണ്ട്. പിന്നെ ആളുടെ അപ്പൂപ്പനുണ്ട് വേലായത് വന്നിട്ട് ആളിനെ അങ്ങോട്ട് കിടത്തില്ല. പക്ഷെ ഗ്രൗണ്ട് അത്രയും ബെസ്റ്റ് ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പുല്ല് വെട്ടിയിട്ട് കളയല്ല. അപ്പം എനിക്ക് എരുമയും പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കെട്ടിയിട്ടാണ്, ആ പുല്ല് കെട്ടിയിട്ടാണ് ഞാൻ കൊണ്ട് എരുമയ്ക്കും പശുവിനും കൊടുക്കുന്നത്. അപ്പോൾ അത്ര നല്ല ഗ്രൗണ്ടായിരുന്നു ഇത്. ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ ടർഫ് ഗ്രൗണ്ടാണ്. അപ്പോൾ അന്നത്തെ കാലത്തും പറഞ്ഞാണ് കേട്ടോ, അതായത് 1979 ആ സമയത്തുള്ളതാണ് ഞാൻ പറഞ്ഞത്. അന്ന് സന്തോഷ് ട്രോഫി നടക്കുമ്പോൾ ഇതൊക്കെ ഗ്രാസായിരുന്നു, നല്ല ഗ്രൗണ്ട്. ഈ ഇടയ്ക്കൊന്നും ഒരു സിനിമയിൽ വന്നു, പിന്നെ അത് വിട്ടു. എങ്ങനെയത് വന്നത്? സിനിമ വിട്ടിട്ടൊന്നുമില്ല, എപ്പോഴും ചെയ്യുന്നു. ഇപ്പോഴും കളിക്കേണ്ട എൻ്റെ പടങ്ങൾ ഇപ്പൊ അഭിനയിക്കാറുണ്ട്. നമ്മളെ സിനിമ നമ്മുടെ ഒരു നമ്മളെ എന്ന് പറഞ്ഞാൽ ബ്രെഡ് ആൻഡ് ബട്ടർ ഫുട്ബോൾ തന്നെയാണ്. അതെ, സിനിമ ഇഷ്ടമാണ്, കാണാനും ഇഷ്ടമാണ്. പിന്നെ അഭിനയിക്കാൻ ഇപ്പോൾ ഇങ്ങനെ നല്ല നല്ല ഫ്രണ്ട്സ് വിളിക്കുമ്പോഴും അത് നല്ല നല്ല ക്യാരക്ടർ കിട്ടുമ്പോൾ ചെയ്യാറുണ്ട്. അങ്ങനെ വെറുപ്പൊന്നുമില്ല. പ്രത്യേകിച്ചും അന്ന് കലാഭവൻ മണിച്ചേട്ടനായിട്ട് വ്യക്തിപരമായ ഒരു അടുപ്പം കൂടിയുണ്ട്. മണി നമ്മുടെ ബ്രദറല്ലേ, അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ട്. എപ്പോഴും നല്ല എല്ലാ കൊല്ലും എപ്പോഴും ഉള്ളതാണ്, നമ്മുടെ മനസ്സിലുള്ളതാണ്. അത് ഒരിക്കലും കൈവിട്ട് പോവില്ല, അത് എപ്പോഴും ഉള്ളതാണ്. മണിയുടെ ജീവിതമായിട്ട് വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നു. എവിടെ ചെന്നാലും മണിഭായി ഒരു ബ്രദറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഏത് പ്രോഗ്രാമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ, അതിലൊരു ഭാഗ്യമാണ് എൻ്റെ. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് മണി വിജയനിൽ മണിയെ തന്നെയാണ് കാണുന്നത്, തിരിച്ച് വിജയന് മണിയിൽ സ്വയം കാണുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഓരോ ഇത് തന്നെയാണ്. കാരണം പാടത്ത് പണിക്ക് പോകും, അവൻ്റെ അച്ഛനമ്മയും പാടത്ത് പണിക്ക് പോകണം, എൻ്റെ അച്ഛനമ്മയും പാടത്ത് പണിക്ക് പോകണം. അതങ്ങനെ പാട്ടിലും ഇതിലൊക്കെ പറയാറുണ്ട് അച്ഛൻ്റെ കാര്യം, അപ്പം അമ്മയുടെ കാര്യമൊക്കെ പറയാറുണ്ട്. അതന്നെ ഒരു സെയിം റൂട്ട് തന്നെയാണ് ഞങ്ങളുടെ. ഭാഗ്യം ഇങ്ങനെയൊക്കെ കളിച്ചും അഭിനയിച്ചും. ഇത്ര നേരത്തെ പോകേണ്ട ആളല്ലായിരുന്നു, പക്ഷെ എന്താ ചെയ്യുക, നമ്മുടെ സമൂഹത്തിന് ഇതിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം പരിമിതികൾക്കുള്ളിൽ ജീവിച്ചു വന്നവര് മുന്നോട്ട് വരാൻ പറ്റിയെന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു നന്മ കൂടിയാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. എൻ്റെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ സപ്പോർട്ടും ഫുട്ബോൾ പ്രേമികളുടെ സപ്പോർട്ടും ഇതൊക്കെ തന്നെയാണ്. അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചു ഇപ്പോൾ ഈ പത്മശ്രീ ഇട്ടിട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എൻ്റെ
എന്നെ ഇവിടെ എത്തിച്ച എൻ്റെ മലയാളി ലോകത്തുള്ള എല്ലാ മലയാളി ഫുട്ബോൾ പ്രേമികൾക്കാന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ കൽക്കട്ടക്കാർ ചോദിക്കും എന്ത് ഞങ്ങൾ ഇല്ല ഇതിന്, ബംഗാളികൾ നാച്ചുറലാണ് അല്ല ഫുട്ബോൾ സപ്പോർട്ടേഴ്സ് മലയാളികൾ ഫുട്ബോൾ ഫാൻസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുകയായിരുന്നു കൽക്കത്തയെ കുറിച്ച്. ഫുട്ബോൾ വിജയൻ്റെ ലൈഫിൽ വലിയൊരു പ്രസക്തിയുണ്ട് ഇതിൽ, കൽക്കത്തയ്ക്ക് തീർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ കൽക്കത്തയിൽ പോവാറുണ്ടോ? അവിടെയുള്ള ആരാധകരെയൊക്കെ കാണാറുണ്ടോ? പിന്നെന്താ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അവിടെ. എൻ്റെ മോനിപ്പോൾ കൽക്കട്ടയിലെ ഈസ്റ്റ് ബംഗാളിലാണ്, അവൻ വീഡിയോ അനലൈസാണ്. 2 കൊല്ലം കൂടെ ഉണ്ടായിരുന്ന ഗോകുൽ FC ആരോമല്. ഇപ്പം അവൻ അനലിസ്റ്റായിട്ട് മറ്റേ ഈസ്റ്റ് ബംഗാളിൽ 2ാമത്തെ കൊല്ലം. ഇപ്പം ഞാൻ കളിച്ചത് മോഹൻ ബാനിലാണ് ഏറ്റവും അധികം, പക്ഷേ ഈസ്റ്റ് ബംഗാളിലും കളിച്ചിട്ടുണ്ട്. കൽക്കട്ട വേറെ വൈബാണ്. കാരണം അവിടുത്തെ സപ്പോർട്ടേഴ്സും ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് അവിടുത്തെ ഡിഫറൻസാണ്. കൽക്കട്ടയിലെ പറയാതെ കൽക്കട്ടയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ട് വളർന്നതും കേട്ട് കണ്ടിട്ട് കൈ കൊടുത്തിട്ടുള്ളൂ. റഹ്മാൻഖാൻ എന്നൊക്കെ കണ്ടിട്ടില്ല, കോഴിക്കോട് ഒളിമ്പ്യൻ റഹ്മാൻ. അവിടെ ചെന്ന കളി കണ്ടിട്ടില്ല, അവിടെ ചെന്നപ്പോഴാണ് റഹ്മാൻഖാൻ ആരാന്ന് നമുക്ക് റെഡിക്കും അനലൈസ് ചെയ്യാൻ പറ്റിയത്. അവിടുത്തെ ഞങ്ങളുടെ ഗോവിന്ദാന്ന് പറഞ്ഞിട്ട് ബൂട്ടൊക്കെ എടുത്തു തരലും ഞങ്ങളെ മസാജ് ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ ആള് പറഞ്ഞു തന്നൊക്കെയാണ് ഇങ്ങനെ ആളെ കുറിച്ച്. പിന്നെ നമുക്കത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻസ്പിറേഷനായി. കാരണം എൻ്റെ ബിഗ് മാച്ച് നടക്കുകയാണ്, ഈസ്റ്റ് ബംഗാൾ മോഹൻബാൻ മാച്ച് നടക്കുമ്പോൾ ചോദിച്ചു ഇങ്ങനെ. അപ്പോൾ ആളെ ഈ നഖം ഇങ്ങനെ പഴുത്തിരിക്കുകയാണ്. പഴുത്തിരിക്കുമ്പോൾ ആള് സ്റ്റോപ്പർ ബാക്കാണ്, ആളില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദാദാ കേൾപ്പത് ചോദിച്ചു കളിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആളെന്ത് ചെയ്യുന്നറിയോ, സോക്സിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടുണ്ടാക്കി, പിന്നെ ആ ബൂട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടുണ്ടാക്കി. ഈ പേരിൽ പുറത്തിട്ടിട്ടാണ് ആ ടൂർണമെന്റ് കളിച്ച ആള്, ആ മാച്ച് കളിച്ചത്. അന്നത്തെ ഇപ്പം ചെറുതായത് ഈ പേരിലിൻ്റെ തുമ്പത്ത് മറ്റേ ഇത് കൊണ്ടിട്ട് എന്താ പറയുക, ബ്ലേഡ് കൊണ്ടിട്ട് പൊട്ടി കഴിഞ്ഞാൽ അപ്പോൾ കെട്ടി ഇഞ്ചുറിയാന്ന് പറയാം. അതൊക്കെ കണ്ടിട്ട് നമ്മൾ വളർന്നത് മനസ്സിലായില്ല. അപ്പോൾ ഒരു വേറെ ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ഈസ്റ്റ് ബംഗാൾ മോഹൻബാനും അന്ന് മറ്റേ സോട്ട് ലേക്കിലല്ല, അപ്പുറത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയമില്ലേ, മോഹൻബാൻ്റെ അപ്പുറത്തെ ആ സ്റ്റേഡിയത്തെ കളി അത്രയും ജനാണ്. അപ്പോൾ ഈസ്റ്റ് ബംഗാൾ മോഹൻബാനും കളി നടക്കുക. അപ്പോൾ ഇങ്ങനെ മോഹൻബാൻ്റെയാണ് മറ്റേ റഹ്മാൻക്ക് കളിക്കുന്നത്. പിന്നെ ചാൻസ് ഇങ്ങനെ മിസ്സാക്കിക്കൊണ്ടിരിക്കുക. ചുന്യോസ്വാമി ഗ്രേറ്റ് പ്ലെയർ ആണ് കൽക്കട്ടയിൽ. അപ്പോൾ ഇന്റർവെല്ലിൽ വന്നപ്പോൾ ചുനിതാക്കി ഗോൾ നെയിം മാച്ച് എന്നൊക്കെ ബംഗാളികൾ ഇങ്ങനെ എല്ലാവരും ഓഫീസേഴ്സ് എന്ന് വർത്താനം പറയാം. ഒരാൾ ടീം ഇറങ്ങിയപ്പോൾ 10 പേരുള്ളൂ ടീമിൽ, ഒരാൾ ഇറങ്ങണില്ല. റഹ്മാൻക്ക ആളിറങ്ങിയില്ലേ പൊട്ടി പാളിച്ച അവിടെ സ്റ്റോപ്പർ ബാക്ക്. അപ്പം എന്താ റഹ്മാൻക്ക ഇറങ്ങാണ്ടെന്ന് ചോദിച്ചു. ചുന്യോസ്വാമിനെ പിടിച്ച് പുറത്തെടുത്ത് വേറൊരാളെ ഇറക്കാം. ഗ്രേറ്റ് പ്ലേ ചുന്യോസ്വാമി എന്നൊക്കെ പറഞ്ഞാൽ ഗ്രേറ്റ്, അവിടുത്തെ ഏറ്റവും വലിയ രാജാവാണ്. ഇയാളിറങ്ങിയില്ലേ അവർക്ക് അറിയാം. ലാസ്റ്റ് ചുന്യോസ്വാമിനെ കയറ്റി, എന്നിട്ട് ആളിറങ്ങി വേറെ ചേഞ്ച് കൊടുത്ത് വേറെ സ്ട്രൈക്കറിനെ ഇറക്കി. ലാസ്റ്റ് മീൻസ് ഇയാൾ ഇയാളെന്നേ റഹ്മാൻക്ക പോയിട്ട് ഹെഡ് ചെയ്ത് ഗോൾ അടിച്ചാൽ കളി കഴിപ്പിച്ചു. അതാണ് വിൽ പവർ എന്ന് പറഞ്ഞാൽ. അതൊക്കെ പിന്നെ അതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഇൻസ്പിറേഷനായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവിടുന്ന് 91 അങ്ങോട്ട് പോയിട്ട് ഇത് കേൾക്കണത്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു രാജ്യദ്രോഹമാക്കി കൊന്ന് കൊല വിളിച്ച് തകിട് പൊടി വഞ്ചക എന്നൊക്കെ. അപ്പോൾ അതും പക്ഷെ അവിടെ ചെന്ന് കളിക്കണൊരു ഫുട്ബോൾ പ്ലെയറിന് ഫുള്ളായിട്ട് നമ്മൾ ഉണ്ടാകണമെന്ന് കൽക്കട്ട ലീഗ് കളിക്കണം. ആരോടാണ് ചോദിച്ചാൽ അതെ, കൽക്കട്ട ലീഗ് കളിച്ചാൽ നമ്മളൊരു ഫുട്ബോളർ ആവുള്ളൂ. പിന്നെ ഈ കൽക്കട്ട കേരള സപ്പോർട്ടേഴ്സിന് വ്യത്യാസമുണ്ട്. കാരണം കൽക്കട്ടയിൽ ക്ലബിനാണ് സ്നേഹിക്കുന്നത് അവർ. അതെ. ഇപ്പം ഞാൻ മോഹൻബാൻ ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ മോഹൻബാൻ്റെ ഈസ്റ്റ് ബംഗാളിൻ്റെ സപ്പോർട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ ചിലപ്പോൾ മോഹൻബാൻ ചോദിച്ചാൽ ഈസ്റ്റ് ബംഗാൾക്കാരനെ കൊല്ലും, അങ്ങനെ ഈസ്റ്റ് ബംഗാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോഹൻബാനെ കൊല്ലും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ ക്ലബിനെയാണ് സ്നേഹിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെയാണ് സ്നേഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് നല്ല അനുഭവമുണ്ട്. ഞാൻ കുറേ കൊല്ലം കേരള പോലീസ് കളിച്ചിട്ട് കാലിക്കറ്റ് നാഗിജ് കളിക്കാൻ ഞാൻ മോഹൻബാനിൽ പോലീസിൻ്റെ എതിരെ കളിക്കുമ്പോൾ പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടായിരുന്നു. പക്ഷെ അവർ കളിയാണ് നോക്കണത്, അല്ലാണ്ട് ഒരു ടീമിനോ ഒരു വ്യക്തിനോ അങ്ങനെയല്ല. അവർ അങ്ങനെ നന്നായി കളിച്ചില്ലെങ്കിൽ ചീത്ത പറയും. കൽക്കത്തയ്ക്ക് ഒരിക്കലും വിജയനെ വിട്ടുകൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. വീണ്ടും തിരിച്ചു വരുമ്പോഴും അവര് കൽക്കട്ടയിൽ അങ്ങനെ കണ്ടിന്യൂസ് കൽക്കട്ടയിൽ കളിച്ചില്ല. 1-2 കൊല്ലം മോഹൻബാൻ കളിച്ചു, പിന്നെ തിരിച്ച് JCT പോയി, പിന്നെ തിരിച്ച് മോഹൻബാനിൽ വന്നു, പിന്നെയും JCT പോയി, അങ്ങനെ കളിച്ചോർന്ന. പക്ഷെ സത്യത്തിൽ മലയാളികൾ അറിഞ്ഞില്ല അന്ന്
വിജയന് പണ്ടുണ്ടായിരുന്ന സാമ്പത്തിക പ്രയാസം ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരു വീട് എന്നുള്ളത് വിജയന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. കാരണം അമ്മയ്ക്ക് എൻ്റെ വീട് കണ്ടറിയാം, ഇവിടെ താഴത്തൊരു ഓലപ്പരയാണ്. അപ്പം എനിക്ക് വലിയൊരു ഇതായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമേ തീരുമാനിച്ചു എനിക്കൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ അമ്മനെ ഇങ്ങനെ പണിക്കുക. അത് പിന്നെ പോലീസിൽ കയറിയപ്പോൾ അമ്മനെ വിട്ടില്ല. പക്ഷെ വീട് വയ്ക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വീട് ഓലപ്പര ഇങ്ങനെ. അപ്പോൾ സ്ഥലം മേടിച്ച് മോഹൻബാലിൽ പോയിപ്പോൾ സ്ഥലം മേടിച്ച്, ആ സ്ഥലം മേടിച്ചപ്പോൾ അവിടെ ഫ്രീസ് ചെയ്ത സ്ഥലമായിരുന്നു, പാട സൈഡായിരുന്നു. അപ്പോൾ പിന്നെ കരുണാകരൻ സാർ ഞാൻ തിരിച്ചു വന്ന സമയമാണ്. കരുണാകരൻ സാറുള്ളപ്പോൾ കരുണാകരൻ സാർ പിന്നെ ഫ്രീസൊക്കെ മാറ്റി. ഇപ്പം നടക്കുന്നില്ല, അതൊക്കെ മാറ്റി. അന്ന് വൺ മെൻ ഷോ അല്ലേ കരുണാകരൻ സാർ ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ചെയ്തു തരാം. അപ്പോൾ ആ മാറ്റി തന്നു. അങ്ങനെയാണ് അവിടെ കാശില്ലാത്ത കാരണം മെയിനായിട്ട് പോയത് അങ്ങോട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഇവിടെ കളിക്കണം, ഫുട്ബോളർ ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കൊല്ലെങ്കിലും ഒരു കൊല്ലം ലീഗ് കളിക്കണം. അവിടുത്തെ കൽക്കത്തയുടെ ലീഗ് ശ്വാസത്തിലുണ്ട് ഫുട്ബോൾ. അവരാണ് കാലാഹുരൻ എന്നൊക്കെ ഇട്ടത്. കാലാഹുരൻ, അതെ അതെ, കറുത്തമാനൊക്കെ പറഞ്ഞു. ഇപ്പോഴും കൽക്കത്തയിൽ പോയ ഒരു പക്ഷേ കളിക്കാൻ ഇറങ്ങും. അല്ല, ഞാൻ ഇടയ്ക്ക് ഈ വെറ്ററൻസ്, ഞാനും ബൈജുനും ഞാനൊക്കെ അവിടെ വെറ്ററൻസിൻ്റെ മാച്ച് ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ വിളിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയി കളിക്കാറുണ്ടാണ്. എപ്പോഴും പോകാറുണ്ട്. ഞാനും സുരേഷൊക്കെ അവിടെ കളിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ സുരേഷ്, അപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകാറുണ്ട് അങ്ങോട്ട്. ഈ ജനക്കൂട്ടം അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തുകൊണ്ട് അത് വിജയൻ്റെ കളിയിൽ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ഒരു വിമർശനമായിട്ട് ചിലർ, എനിക്ക് തോന്നുന്നത് പി കെ ബാനർജി കൊണ്ട് ഒരു വിമർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിജയൻ പലപ്പോഴും ഗാലറിക്ക് വേണ്ടി കളിക്കുന്നു. പി കെ ബാനർജി അല്ല പറഞ്ഞിട്ടുള്ളത്, ഒരു അക്രമമാണ് പറഞ്ഞിട്ടുള്ളത്. റഷ്യയിൽ നിന്ന് വന്ന കോച്ച് സംഭവം ശരിയാണ്. ആൾ പറഞ്ഞു കറക്റ്റോ. അയാളുടെ സിസ്റ്റത്തിൽ ചിലപ്പോൾ എൻ്റെ കളി ഇഷ്ടമായിട്ടുണ്ടാവില്ല. ഞാളെ കുറ്റം പറഞ്ഞ റഷ്യക്കാരനാൾ. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ഇന്ത്യ കളിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവിടെ മദ്രാസിൽ സന്തോഷ് ട്രോഫി നടക്കുമ്പോൾ ഇയാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബംഗാൾ ടീമിനെ കളിക്കുക. കൊല്ലം വിൻ ചെയ്തു. നോക്കിയപ്പോൾ എൻ്റെ പേരില്ല ഇന്ത്യൻ ടീമിൽ. അപ്പോൾ എന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. പിന്നെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ജോണ്ടീസായി. ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ അക്രമവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജൂനിയർ ടീമിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട് അക്രമം വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇങ്ങനെ പ്രസ്സാർ ചോദിച്ചാൽ എന്തുകൊണ്ട് വിജയൻ അങ്ങനെ എടുത്തില്ല എന്ന് ചോദിച്ചു. അക്രമോൻ്റെ അപ്പോൾ അക്രമം പറഞ്ഞു എനിക്ക് അവൻ്റെ കളി ഇഷ്ടമായില്ല, ഇപ്പോൾ ഫാൻസി ഫുട്ബോളാണ് എൻ്റെ സിസ്റ്റത്തിന്. അപ്പോൾ എന്നോട് അവൻ്റെ ഒന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് അക്രമോട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ശരിയായിരിക്കും, അയാളുടെ സിസ്റ്റത്തിൽ ചിലപ്പോൾ എൻ്റെ കളി ഉണ്ടാവില്ല. ആളുടെ ഓരോ സിസ്റ്റം ഉണ്ടല്ലോ ഓരോ കോച്ചിന്. അപ്പം ഞാൻ അതിൽ ഫിറ്റ് ആവില്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കൊണ്ട് വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലി സംഘം മാറിയപ്പോൾ ഇവർ ഫ്രീ ഒളിമ്പിക്സ് കളിക്കാൻ പോകുന്ന ടീമുണ്ട്. ബൈജൂൻ, ജോപോൾ ഇവരൊക്കെ പോകുന്ന ടീം, മൂസ. അപ്പോൾ അക്രമ ടീമിൻ്റെ കോച്ച്. അപ്പോൾ ഞങ്ങളിന് സീനിയർ പ്ലേയേഴ്സിന് ഇവർക്ക് പ്രാക്ടീസ് മാച്ച് കളിക്കാൻ വേണ്ടി എന്നെ സത്യേട്ടനെ, കിരൺ കോൺസായിനെ അവരൊക്കെ വിളിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര വാശിണ്ടായിരുന്നു. കൽക്കട്ടയിലാണ് കളി, അത് മോഹൻബാലിൻ്റെ ഗ്രൗണ്ടിൽ കളിച്ച് താഴ്ത് നിൽക്കുന്ന സ്ഥലമാണ് അത്. എനിക്ക് ഭയങ്കര വാശിണ്ടായിരുന്നു. ആളടുത്തൊന്നും കാണിച്ചു കൊടുക്കണ്ട എൻ്റെ സ്കില്ല് എന്താണെന്ന്. ഫസ്റ്റ് കളിയിലെന്ന ആളുടെ ടീമിൻ്റെ എതിര് ഈ ബൈജുനും ജോപ്പോളൊക്കെയാണ് എതിര് കളിക്കുന്നത്. ഒരു 5 ഗോൾ തന്നെ അടിച്ചു ഞാൻ ഒറ്റയ്ക്ക്. ആൾക്ക് പിന്നെ എന്തേ ആ കൽക്കട്ടയിൽ കളി കാണാൻ ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരും പ്രസ്സുകാരും. കാരണം പ്രാക്ടീസ് മാച്ചാണ് മോഹൻബാലിൽ ഗ്രൗണ്ടിൽ. അപ്പോൾ കഴിഞ്ഞ് പ്രസ്സുകാരൊക്കെ വന്നിരിക്കുക. അപ്പോൾ പ്രസ്സുകാർ പിറ്റേ ദിവസം ചോദിച്ചു, അന്ന് കളി കഴിഞ്ഞ ചോദിച്ചു എന്താണ് ഈ ആളെ ടീമിൽ എടുക്കാണ്ടിരുന്നത് എന്നൊക്കെ ചോദിച്ചു. പിന്നെ ബംഗാളികളല്ലേ, ബംഗാളിൽ നമുക്ക് അറിയാമല്ലോ, പ്രസ് റിപ്പോർട്ടേഴ്സ് അവർക്ക് അങ്ങനെ ഒക്കെ ഫ്രണ്ട്സുമാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്നോടത്ത് ഇങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ താമസിക്കുന്നത്. ഈ നമ്മുടെ ജോപ്പോളഞ്ചേരിയും ബൈജനും ഇവരെല്ലാവരും നിൽക്കണിട്ട് സ്ഥലത്ത് തന്നെ ഞങ്ങളും താമസിക്കുന്നത്. അവിടെ സോർട്ട് ലേക്കിൽ ആ താഴത്ത് റൂമുകളുണ്ട്, അവിടെ നിൽക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുളിക്കണം, എല്ലാവരും ഒരുമിച്ച് നിന്ന് കുളിക്കുമെന്ന്. അക്രമം അയ്യോ അടുത്ത് തന്നെ ടൈറ്റ് മാർക്ക് ചെയ്യണ മൂസയാണ്. അപ്പോൾ കോച്ചാണ് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചും ഇതൊക്കെയാണ്. ഇപ്പോൾ കോച്ച് ബനാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം കളിച്ചു. പിറ്റേ ദിവസം കേട്ടോ 2 ദിവസം കഴിഞ്ഞ് കളിച്ച് അന്നും അടിച്ചു ഒരു 4 ഗോൾ. അതിൽ പിന്നെ ആളെ അണ്ടറിൽ ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻസി ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് സീറ്റ് റിവഞ്ചായിട്ട് കാണാം. അല്ലാണ്ട് നമ്മൾ അയാളെ പ്രസ്സിൽ ഇങ്ങനെ പറയാ ആൾ എന്തുകൊണ്ട് തന്നെ എടുത്തില്ല, ആൾ ശരിയല്ല എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഗ്രൗണ്ടിൽ ചെയ്ത് കാണിച്ചു കൊടുത്താൽ ജീവിതം കൊണ്ടും കളി കൊണ്ടാണ് വിജയൻ പലതിനും ഉത്തരം കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും തൊള്ളാനാകൊണ്ട് വർത്താനം പറഞ്ഞാൽ ഒരിക്കലും പറയാം. അതെ തീർച്ചയായിട്ടും. അത് അന്ന് ആ റഫറിയുടെ കൂടി അവസാനിപ്പിച്ചതാണ്. അതെ അതിപ്പോ അക്രമം എന്ന് പറഞ്ഞ കോച്ച് ബെസ്റ്റ് കോച്ചാണ്. അപ്പോൾ
അയാളെ സിസ്റ്റത്തിൽ ചിലപ്പോൾ എൻ്റെ കളി ചിലപ്പോൾ അയാൾക്ക് ഓക്കെ ആയിട്ടാവില്ല. അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ആളെ അണ്ടറിൽ ക്യാപ്റ്റൻസി, ഇന്ത്യൻ ടീമിൽ ക്യാപ്റ്റൻസി ചെയ്തു. ഒരു മധുരപ്രതിയായിരുന്നു വേണമെങ്കിൽ പറയാം. പ്രതികാരമല്ല, നമ്മളൊരു എന്താ പറയുക, ഒരു നമ്മുടെ കയ്യിൽ എന്തുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാനാണ്. വർത്താനം പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ഈ ബൈച്ചും കാണുന്നുണ്ട് ഒരിക്കൽ പറഞ്ഞിട്ട്, ഒരു മനുഷ്യൻ, വിജയനെ കുറിച്ച് പറഞ്ഞതാണ്, ഒരു മനുഷ്യൻ ഇത്രയും വിനയവാനായിക്കൂടാ എന്ന് പറയാറുണ്ട്. എന്താണ് അങ്ങേർക്ക് തോന്നാൻ കാരണം? അത്ര വിനയവാനൊന്നല്ല. ഞാൻ കച്ചറേൻ്റെ ആളാണ്, എല്ലാവർക്കും അറിയാതെ. പുറത്തൊക്കേണ്ട കുമ്പാരാണ്. അതല്ല, ബൈജു എന്ന് പറഞ്ഞാലേ ചെറിയ ചെക്കനായിരിക്കുമ്പോൾ അവൻ്റെ ഗോഡ് ഫാദർ ഉണ്ട്. അപ്പോൾ ആള് കൽക്കട്ടയിൽ കൊണ്ടുവന്നാക്കിയപ്പോൾ എൻ്റെ കയ്യിലാണ് ഇങ്ങനെ വന്നത്, വിജയൻ നോക്കണം, ചെറിയ ചെക്കനാണ്, അവന്ന് പഠിക്കുകയാണ്, 10ലോ 11ലോട്ട് പഠിക്കണതാണ്, കുഴപ്പമില്ല. അപ്പോൾ അതിപ്പിനെ ഞങ്ങളായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്, ഒരു ബ്രദറിനെ പോലെ കാണാം. അതാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യ കളിച്ചിട്ട് അത്ര സക്സസ് ആയി. രണ്ടുപേരും ഇത്രയും കൊല്ലം ഒരുമിച്ച് കളിച്ചു. ജലസൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ അടുത്ത്. ആ ഒരു സ്നേഹം, അവൻ ഒരു ചേട്ടൻ്റെ സ്നേഹം എനിക്കും തരുന്നുണ്ട്, ഒരു അനിയൻ്റെ സ്നേഹം ഞാൻ അവനും കൊടുക്കാറുണ്ട്. കളിയിൽ മാത്രമല്ല കേട്ടോ, പുറത്തായാലും ആ ഒരു റെസ്പെക്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. ഒരു ടീം ഗെയിം എന്ന നിലയ്ക്ക് അത് വേണം താനും. തീർച്ചയായിട്ടും. നമ്മൾ ഇൻഡിവിജ്വൽ അല്ലല്ലോ, ഇൻഡിവിജ്വൽ ഗെയിം അല്ലല്ലോ അത്. അതെ, അപ്പോൾ ഇത് ഒരു ടീം ഗെയിമാണ്. എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിലാണ് ഒരു സക്സസ് ആവുള്ളൂ, ഒരു ടീമിന് വിജയം ഉണ്ടാവുള്ളൂ. ഒരു 15 കൊല്ലം മുമ്പ് വിജയം പറയണ്ടായി, ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു കാലം വരും, ഒരു 25 കൊല്ലത്തിനിടയിൽ എന്ന് പറഞ്ഞു. അതിൽ 15 കൊല്ലം ഇപ്പം തീർന്നു. അല്ല, 25 കൊല്ലം ഇനി ഒരു ഞാൻ പറഞ്ഞൊരു 50 കൊല്ലം, ഒരു 30-35 കൊല്ലം. കാരണം നീ ഇപ്പം ഈ ഉള്ള ഇവരെന്നെ എടുത്തിട്ട് ട്രെയിനിങ് ചെയ്തിട്ട് കൊണ്ട് നമ്മളെവിടെ എത്തുന്നില്ല. അതെ, ഞാൻ പറഞ്ഞപ്പോൾ ജനിച്ച് പറഞ്ഞ കുട്ടി ഇപ്പോൾ ഈ ഇവിടെ അവിടെ ഒന്നും അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല. ഇപ്പോൾ ഈ ജപ്പാനോ ചൈനയൊക്കെ കാണുന്നുണ്ടാവും, ഒരു 2 വയസ്സ് 3 വയസ്സാകുമ്പോൾ അവരെ ഓരോ ആൾക്കാരുടെ പിന്നെ ചിലപ്പോൾ അത്ലറ്റ് ആവും, ചിലപ്പോൾ സ്വിമ്മറാവും. അവരാ ബോഡി കണ്ടിട്ട് ചിലപ്പോൾ കളിക്കാരോ അങ്ങനെയൊക്കെയാണ് അവർ നോക്കണത്. നമ്മളും ഇപ്പോൾ ഈ സെയിം പ്ലേയേഴ്സിന്, ഈ സെയിം സീനിയർ പ്ലേയേഴ്സിനെ വിളിച്ചിട്ട് ഇന്ത്യ കളിക്കാന്ന് പറഞ്ഞാൽ, അല്ല വേൾഡ് കപ്പ് കളിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. നമ്മളൊരു അതിന് വേണ്ടി സിസ്റ്റമാറ്റിക് ഒരു സംഭവം ഇപ്പോൾ ഇനി പറഞ്ഞ ജനറേഷൻ നല്ല കുട്ടികളുടെ അടുത്ത് 10-30 കുട്ടികളെ, ഒരു 10-40 കുട്ടികളുടെ അടുത്ത് പുറത്തു പോയി, ചെറിയ കുട്ടികളുടെ അടുത്ത് പഠിക്കുക അതൊക്കെ കൊടുത്ത് അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ അവിടെ ഇല്ല. മെയിനായിട്ട് ഫണ്ട് ഭയങ്കര ചിലവാണ്. അതെ, എന്ന നിലയ്ക്ക് വിജയൻ എന്ന് പറയുന്നത് ഫുട്ബോളറിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വിജയൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും മികച്ച കഴിവായിട്ടും ഏറ്റവും വലിയ ദൗർബല്യമായിട്ടും സ്വയം തോന്നിയിട്ടുള്ള കാര്യം എന്താ? വിജയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുട്ബോൾ തന്നെ, അതാണല്ലോ എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കാനും ഇതൊക്കെ തന്നത്. പിന്നെ ഒരു കാലത്ത് ഒരു കുറച്ച് കുരുത്തക്കേട് ഉണ്ടായിരുന്നു, അത് നല്ലതല്ല എന്ന് മനസ്സിലായപ്പോൾ അത് നിർത്തി. അത് ഒരേ കാലഘട്ടത്തിന് അങ്ങനെ പോകണമല്ല. അതെ, ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ പല പ്രമുഖരെയും എങ്ങനെയെങ്കിലും ആകർഷിക്കാനുള്ളൊരു ശ്രമം പലപ്പോഴും നടക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ഏതെങ്കിലും രാഷ്ട്രീയ വിഭാഗങ്ങളിൽ നിന്ന് വിജയിന് വേണ്ടിയിട്ടുള്ള പിടിച്ചുവലി ഉണ്ടായിട്ടുണ്ടോ? എന്നിപ്പോൾ 3 പാർട്ടിയും കൊല്ലങ്ങളായിട്ട് പറയുന്നതാണ്. പക്ഷേ എനിക്ക് എല്ലാവരും വേണം. ഞാനൊരു സ്പോർട്സ്മാനാണ്, ഒരു നാഷണൽ ഫിഗറാണ്. എനിക്ക് ആരുടെ അടുത്ത് വേണം ഇപ്പോൾ കയറിയല്ലോ, സഖാവിൻ്റെ അടുത്ത്, പിണറായി സാറിൻ്റെ അടുത്ത് വേണമെങ്കിൽ ഡയറക്റ്റ് എല്ലാം. ഇപ്പോൾ മുരളീധരൻ്റെ അടുത്ത് വേണം BJP, അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ്റെ അടുത്തേക്കാണെങ്കിലും നേരിട്ട് ചെല്ലാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആരാണെങ്കിലും ED ശേഷനോ മറ്റോ മുരളീധരനോ ഇപ്പോൾ ചെന്നിത്തല ആരും നമുക്ക് ഡയറക്റ്റ് ചെല്ലാം. നമ്മളൊരു പാർട്ടിയിലായപ്പോൾ തന്നെ എല്ലാവരും നമ്മളൊരു നാഷണൽ ഫിഗറാണ്, അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സുഖമാണ് വേണ്ടത്. എനിക്ക് ഞാൻ ഫ്രീ ബാഡാണ്, ഞാൻ പറന്ന് നടക്കുന്ന ആളാണ്. ഞാൻ അല്ലാണ്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തിയാന്ന് ഞാൻ ഇരിക്കില്ല. അങ്ങനത്തെ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ പലരും പറയാറുള്ള മറ്റൊരു കാര്യമുണ്ട്, വിജയൻ എന്ന ഫുട്ബോളറെ എന്തെങ്കിലും ജോലി കൊടുത്ത് ഇരുത്തല്ല വേണ്ടത്, ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹത്തെ ഒരു കോച്ചിൻ്റെ സേവനത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അല്ല, ഒരു നല്ല പന്ത് കളിക്കാരൻ നല്ലൊരു കോച്ചാവണമെന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ B ലൈസൻസ് പാസ്സൊക്കെയാണ്. പക്ഷേ ഞാൻ പോലീസ് ടീമിലുള്ളപ്പോൾ എൻ്റെ പിള്ളേരുണ്ട് പോലീസ് ടീമിൽ, അപ്പോൾ അവരെ നോക്കിക്കൊണ്ട് നടക്കണമായിരുന്നു. ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ നല്ല കോച്ചാവാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല, നല്ലൊരു പ്ലെയറിന് നല്ല കോച്ചാവണമെന്നൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ അതിന് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ടെക്നിക് കമ്മിറ്റി ചെയർമാനാണ്. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫുട്ബോളിൽ തന്നെ നല്ലൊരു ഇന്ത്യയിലെ ഒരു നല്ലൊരു പോസ്റ്റാണ്. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ.
ഈ വീണ്ടും നമുക്ക് തൃശ്ശൂരിലേക്ക് വരാം. അപ്പോൾ തൃശ്ശൂർ എന്നും പറഞ്ഞാൽ വിജയനെ വേറിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. എങ്കിലും കുറച്ച് ഫ്രീ ടൈം കിട്ടി കഴിഞ്ഞാൽ തൃശ്ശൂരിൽ എവിടെ ചെലവഴിക്കാനാണ് താല്പര്യം? ഞാനെൻ്റെ ചെയ്ത് ഇവിടെ കൊളുത്തുംപാട് എന്ന് പറഞ്ഞത് ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ തറവാടാണ് അത്, അമ്പലം ഒക്കെ ഉള്ളതാണ്. 2 മാസം കഴിഞ്ഞ പൂരാണ് ഞങ്ങളുടെ അവിടുത്തെ കോലത്തുംപാടും ദേവിയിലെ പൂരാണ്. അപ്പോൾ അവിടെ തന്നെ ഉണ്ടാവുള്ളൂ ഞാൻ എപ്പോഴും. ഫ്രീ ടൈമിലൊക്കെ ഇവിടെ തന്നെ വന്ന് നിൽക്കുക. അപ്പോൾ ആദ്യമേ അങ്ങനെ തന്നെ ആയിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. ഇവിടെ വരും. ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അധികം വരാൻ പറ്റില്ല, കാരണം പേരക്കുട്ടികളൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് അവരെ കളിപ്പിച്ചിരിക്കുക വീട്ടിൽ. അവരെ പ്രായം ഇതൊക്കെ ഉണ്ടല്ലോ. അതെ, അവരുടെ കുട്ടിക്കാലം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലേ? പക്ഷേ നമ്മുടെ കുട്ടിക്കാലം സങ്കടകരമായിരുന്നെങ്കിലും ഈ പേരക്കുട്ടികൾ നന്നായി, പിന്നെ പേരമക്കളായാലും നന്നായി നടക്കണം നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അതിപ്പോ ഞാൻ അന്ന് കഞ്ഞോ കുടിച്ചേന്ന് പറഞ്ഞിട്ട് എൻ്റെ മോന് കഞ്ഞി കുടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, അത് ശരിയല്ലല്ലോ. അല്ല, അവർക്ക് ഒരു നല്ല കാലം ഉണ്ടായി എന്നുള്ളത് വലിയ സന്തോഷം. പിന്നെ അതല്ല, ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അങ്ങനെ തന്നെ അല്ല, കുഴപ്പമില്ല. അവരവരെ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അവസാന കളി ഈ റിട്ടയർ ചെയ്യാണ് ഈ കളിയിൽ നിന്ന് തോന്നുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, എന്തായിരുന്നു അത് ശരിക്കും വിജയന്? ആക്ച്വലി ഞാൻ ആഫ്രിക്കൻ ഗെയിംസ് ആയിരുന്നു ടൂർണമെൻറ്റ്. അപ്പോൾ ആഫ്രിക്കൻ ഗെയിംസ് കളിക്കാൻ പോകുന്ന ഹൈദരാബാദായിരുന്നു. അപ്പോൾ ഇങ്ങനെ അന്ന് സ്റ്റീഫൻ കോൺസ്റ്റാന്റിനാണ് കോച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് നല്ലൊരു ടൈമാണ്, ഫസ്റ്റ് ടൂർണമെൻറ്റാണിത്, ആദ്യമായിട്ട് നടത്തുന്ന ടൂർണമെൻറ്റാണ് ഇന്ത്യയിൽ ആഫ്രിക്കൻ ഗെയിംസ്. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ വിജയം റിട്ടയർഡ് ചെയ്യാം. അങ്ങനെ ഓക്കെ സാർ, റിട്ടയർഡ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ മാച്ച് ഫുള്ള് കളിച്ച് ആ ടൂർണമെൻറ്റിൽ ടോപ്പ് സ്കോററാണ് ഞാൻ റിട്ടയർഡ് ചെയ്യുമ്പോൾ, ടോപ്പ് സ്കോററാണ്. അപ്പോൾ ആ ടൂർണമെൻറ്റാണ്. പിന്നെ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ഉള്ളപ്പോൾ എന്നെ പിടിച്ച് കയറ്റി, അതുകൊണ്ട് വേറെ പ്ലെയറിനെ ഇറക്കി. ആ ടൂർണമെൻറ്റിലാണ് അവസാനമായിട്ട് കളിച്ച ഒരു ടൂർണമെൻറ്റായിരുന്നു. ഫൈനലെത്തി. ആ ടൂർണമെൻറ്റ് ടോപ്പ് സ്കോർ ആകാൻ പറ്റി തന്നെ വലിയൊരു ഭാഗ്യം. ടൂർണമെൻറ്റിന് ആരും ഇന്ത്യയിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല റിട്ടയർഡ് ചെയ്യുന്ന ആള് കളിച്ചിട്ട് ടോപ്പ് സ്കോർ ആവാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വലിയൊരു ടൂർണമെൻ്റ് ആയിരുന്നു ആഫ്രിക്കൻ ഗെയിംസ് പറഞ്ഞു. നല്ല ഗ്രൗണ്ടിൽ നിന്ന് കയറി വരുമ്പോൾ എത്രയായാലും നമുക്കൊരു രസം എന്താണെന്നറിയോ, ആ ഫൈനൽ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും മറ്റേ നിർത്താൻ പോകണമാണ്, കളി നിർത്താൻ ലാസ്റ്റ് മാച്ചാണ്. അവർ ഡോപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചു. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു, സാറേ അയാൾ റിട്ടയർഡ് ചെയ്യാണ്, ഇന്നെ വിട്ടെൻ്റെ അവിടെ ഫാമിലിയൊക്കെ വന്നിട്ട് അവരെന്നെ കാത്തിരിക്കാന്ന് പറഞ്ഞു. ടെസ്റ്റ് പിന്നെ FC-ൻ്റെ ഇതല്ലേ, പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ മൂത്രമൊഴിക്കാൻ പറ്റേണ്ടത് കളി കഴിഞ്ഞിട്ട് ഓർത്തല്ലേ, എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു പറ്റുന്നത്. അപ്പോൾ അതങ്ങനെയൊക്കെ അതിൻ്റെ ഇത്. അതുപോലെ തന്നെ ഒരു പോലീസിന് വേണ്ടി ആയിരിക്കുമല്ലോ ഒരു ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ മത്സരം എന്ന പോലെ വരുന്നത്? കേരള പോലീസിനാണ് ആദ്യമായിട്ട് ഞാൻ ഇടയ്ക്ക് ടൂർണമെൻറ്റ് ഇറങ്ങുന്നത്. അത് വലിയൊരു അനുഭവം തന്നെ. ആ ടൂർണമെൻറ്റ് ഏതാണെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോൾ ലീഗായിരിക്കും, അവിടുത്തെ തിരുവനന്തപുരം ലീഗായിരിക്കും. എന്നൊക്കെ ഭയങ്കര വാറല്ലേ ലീഗ് എന്നൊക്കെ പറഞ്ഞാൽ. അന്ന് ഉഗ്ര ടൈറ്റാനിയം, KSRTC, KSEB ഇതൊക്കെ ഉഗ്ര ടീമുകളും. കേരളത്തിൻ്റെ ശരിക്കും വിജയൻ്റെ ഫുട്ബോൾ കാലം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തന്നെ നല്ല സ്വർണ്ണകാലമായിരുന്നു. എനിക്ക് എന്താണെങ്കിൽ എൻ്റെ കേരള പോലീസിൽ 6 മാസം കളിച്ചു എന്ന് പറഞ്ഞില്ലേ, എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ ഏത് ഡിഫൻസിൻ്റെ അടുത്ത് കളിക്കാൻ പേടിയുണ്ടായിരുന്നില്ല. കാരണം അത്രയും ഗ്രേറ്റ് ഡിഫൻസാണ് നമ്മുടെ കേരള പോലീസിലുള്ള അവരെ എതിര് കളിക്കണേ. പിന്നെ എനിക്കിപ്പോൾ എന്തിനാ ഇവരെ കൂടെ എനിക്ക് കളിക്കാന്നുണ്ടെങ്കിൽ അവരെ എനിക്ക് എന്താ ബീറ്റ് ചെയ്തോടെ, അങ്ങനെ ഒരു മനസ്സിൽ ഇത് വന്ന് ഇവരെ കൂടെ തന്നെ എപ്പോഴും കളിക്കുന്നതും ഇവരെ എതിര് കളിക്കുന്ന അടി കിട്ടുന്നതും ഇവരെങ്ങനെ അത്രയും സ്റ്റാർ പ്ലേയേഴ്സ് അല്ലേ അവർ അന്നത്തെ കാലത്ത്. സത്യാനായാലും ഷർഫായാലും കുര്യേഷ് മാത്യു ആയാലും ബാബച്ചനായാലും അങ്ങനെ ഇഷ്ടംമാരും പുലിക്കുട്ടികളുടെ കൂടെ ഇടയിലല്ല നമ്മൾ നിൽക്കുന്നത്. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ കുറേ സെവൻസ് കളിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ സാധാരണ ഒരുപാട് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗികമായിട്ടൊരു മത്സരത്തിൽ പോലീസിൽ കയറി ഒരു ആദ്യത്തെ ഗോൾ നേടുന്നു, ഒന്ന് ഇപ്പോഴും മറക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. അത് ആദ്യത്തെ ഗോൾ എപ്പോഴും അടിച്ചാൽ എനിക്ക് വലിയ പിടിപാടൊന്നുമില്ല, അതൊക്കെ കൊല്ലം കുറേ ആയില്ലേ. അല്ല, അപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഇതുണ്ടാവില്ലേ? പിന്നെ കേരള പോലീസിൻ്റെ ആയിരിക്കുള്ളൂ തുടക്കം, പിന്നെ അവിടെ നിന്ന് തന്നെ ഉള്ളൂ കേരള പോലീസിൻ്റെ ഉണ്ടാവുള്ളൂ. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. സന്തോഷ് ട്രോഫിയിൽ ആദ്യത്തെ ഗോൾ അടിച്ച് ഓർമ്മയുണ്ട്. ഫസ്റ്റ് ഇതിൽ ആദ്യത്തെ ഗോളൊക്കെ അടിച്ച് ഓർമ്മയുണ്ട്. കാശ്മീരിൻ്റെ ഒരു പാപ്പച്ചൻ്റെ ഒരു ക്രോസ് ഹെഡ് ചെയ്ത് ഗോളാക്കിയത്, അത് വലിയൊരു അനുഭവം തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് സന്തോഷ് ട്രോഫി 18 വയസ്സിലെ ബാബു സാറിൻ്റെ ഒരു നല്ലൊരു ക്രോസും ഹെഡ് ചെയ്ത്. അതുപോലെ അന്നത്തെ ആ സിസ്റ്റേഴ്സ് കപ്പിലെ കളിയെ കുറിച്ച് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞെങ്കിൽ വിട്ടു.
വലിയൊരു അനുഭവമല്ല. കാരണം കാലിക്കറ്റ് ജനം കണ്ടറിഞ്ഞൂടെ. അതെ, കോഴിക്കോടും മലപ്പുറം ഫുട്ബോളിന്റെ ഒരു ഞാനൊക്കെ ആ ഫൈനലിന്റെ സമയത്ത് കലന്തൻ്റെ ഷാഫി കലന്തൻ്റെ ഒരു ജ്യൂസ് കട കണ്ടിട്ടുണ്ടാവും മാനേജറുള്ളത്. അപ്പോൾ അതിൻ്റെ അവിടെ ഗ്രൗണ്ടിൻ്റെ അടുത്ത് അവനൊരു കടയില്ല. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് ഞങ്ങൾ നിൽക്കുക. അപ്പോൾ കസ്റ്റമർക്കാരൻ അവൻ്റെ കൂടെ നിൽക്കണം, എപ്പോഴും ഞാൻ നിൽക്കണം അവൻ്റെ കൂടെ. ബാപ്പ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കോഴിക്കോട് പോകുമ്പോൾ അവൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. കളിയിൽ നിന്ന് ഞാൻ കാലത്ത് ഒരു 9 മണിക്ക് ചെന്ന് അവൻ്റെ അടുത്ത് കളിയാണ് അന്ന് ഫൈനല ചെന്നപ്പോൾ ജനം കാരണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 3:30 4 മണിക്ക് കളി, അന്ന് ഫെഡറേറ്റിലല്ലോ. ജനം കാണണം. അവിടെയാണ് പാരലൈസ് ആയിട്ട് കളിക്കുന്നത് മലേഷ്യൻ ടീമായിട്ട്. ഒരു തജിന്ദൻ്റെ ഒരു ക്രോസും വേറെ ഓപ്ഷനൊന്നും ഇല്ലാണ്ട് ഒരു ബാക്ക് ട്രൈ ചെയ്ത് ഗോളായി. പക്ഷെ അതിൻ്റെ ഏറ്റവും ബാക്ക് സിസർ ഗോൾ ഇപ്പോൾ ഞാൻ കൽക്കട്ടയിൽ ഇഷ്ടംമാതിരി അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വാല്യൂ അത് കാലിക്കറ്റും പിന്നെ ആ ഒരു ഗോളിനാണ് ജയിക്കുന്നത്. പുറത്തുള്ള ടീമും ഞാൻ ജയിച്ച ടീം. അതിലൊരു മറ്റേ ചേട്ടനാണ് കിട്ടിയുള്ളൂ ആ ക്ലിക്ക്. പണ്ട് ഇന്നത്തെ ഇത്രയ്ക്ക് ആധുനികമായ ക്യാമറകളൊന്നും അന്നില്ല. ആ ഫിലിം ക്യാമറ വെച്ചിട്ടാണ് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കലണ്ടർ ആക്കിയത്. അതിന് മാതൃഭൂമിയിൽ ആ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിട്ട് മനോരമയിലെ എഡിറ്ററാണ് ആദ്യം അഭിനന്ദിച്ചത് ഈ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. അത് ഭയങ്കര പ്രസിദ്ധമായിരുന്നു. അതെ, മത്സരം മരിച്ചു. അത് വലിയൊരു സംഭവമായിരുന്നു. പിന്നെ ഏതോ ഒരു വർഷം 2 സ്വർണ്ണപ്പന്ത് സമ്മാനമായി കിട്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫെഡറേഷൻ കപ്പ് ഗോൾഡൻ ബോൾ കിട്ടിയത്, ഗോൾഡൻ ബൂട്ട് കിട്ടിയത് സന്തോഷ് ട്രോഫിക്ക്. ഗോൾഡൻ ബോൾ ഫെഡറേഷൻ കപ്പിനാണ്. ഗോൾഡൻ ബൂട്ടല്ല, സമ്മാനമായിട്ട് ഒരു 3.5 പവൻ്റെ സ്വർണ്ണപ്പന്തും ഒരു 1.5 പവൻ്റെ മറ്റോ കിട്ടിയിട്ടുണ്ട്. അത് 8 പവനുണ്ട് മറ്റേ ഗോൾഡൻ ബൂട്ട് കിട്ടിയത്. അതാണ് മനോരമൻ്റെ. അത് സന്തോഷ് ട്രോഫിക്ക് ബെസ്റ്റ് പ്ലെയർ എന്നുള്ളത്. പിന്നെ ഗോൾഡൻ ബോൾ കിട്ടിയിട്ടുണ്ട്.